വെൽക്കം ടു കെം സ്ക്വയർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആക്ടിവിറ്റി പോയിൻറ്റിനെ കുറിച്ചിട്ടാണ്. അതായത് സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരളയുടെ അണ്ടറിലുള്ള പോളിടെക്നിക് സ്റ്റുഡൻസിൻ്റെ ആക്ടിവിറ്റി പോയിൻ്റ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോ കരിക്കുലാർ ആൻഡ് എക്സ്ട്രാ കരിക്കുലാർ ഇവാലുവേഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. കോ കരിക്കുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിന് പുറമേ വരുന്ന പാഠ്യവിഷയങ്ങൾ, ഉദാഹരണത്തിന് സെമിനാറ്, പേപ്പർ പ്രസൻറ്റേഷൻ, അതേപോലെ ക്വിസ് കോമ്പറ്റീഷൻസ്, ഇതൊക്കെയാണ്. എക്സ്ട്രാ കരിക്കുലാർ എന്ന് ഉദ്ദേശിക്കുന്നത് പഠനത്തിന് പുറമേ വരുന്ന വിഷയങ്ങൾ, പാഠ്യവിഷയങ്ങൾക്കും പുറമേ വരുന്ന വിഷയങ്ങൾ ഉദ്ദേശിക്കുന്നത് ആർട്സ്, സ്പോർട്സ്, ഗെയിംസ്, ഇതൊക്കെയാണ്. ഇതിലൊക്കെ ഒരു കുട്ടിയുടെ കഴിവ് ഇവാലുവേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ ആക്ടിവിറ്റി പോയിൻ്റ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട് CGPA എന്താണെന്ന്. CGPA എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി എത്രത്തോളം അക്കാഡമിക്കലി സ്ട്രോങ് ആണ് എന്ന് മെഷർ ചെയ്യാനുള്ളൊരു പാരാമീറ്ററാണ്. അതേസമയം ആക്ടിവിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത് CGPAയിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഒരു കുട്ടിക്ക് എത്രത്തോളം സ്കില്ലുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ആക്ടിവിറ്റി പോയിൻ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സക്സസ്ഫുൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ആ കുട്ടിക്ക് നല്ല രീതിയിലൊരു CGPA ഉണ്ടായിരിക്കണം, ആക്ടിവിറ്റി പോയിൻറ്റും ഉണ്ടായിരിക്കണം. അതായത് അക്കാഡമിക്കലി സ്ട്രോങ് ആയിരിക്കണം, ആ കുട്ടിക്ക് നല്ല രീതിയിൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇനി എന്താണ് ഇതിൻ്റെ പേർപ്പസ്? നമ്മളിങ്ങനെ ആക്ടിവിറ്റി പോയിൻ്റ് മെഷർ ചെയ്യുന്നത് പേർപ്പസ് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് ഡെവലപ്പ് മൾട്ടി ടാലൻറ്റഡ് സ്റ്റുഡൻസ്. നമുക്കറിയാം പല കഴിവുകളുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് എൻകറേജ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കുക. മൂന്നാമത്തെ കാര്യം പ്രൊമോട്ട് എൻവറോൺമെൻറ്റൽ അവെയർനെസ്, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കുക. മറ്റൊരു കാര്യം റെക്കഗ്നൈസ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ്, കുട്ടികളുടെ കഴിവുകളെ അംഗീകരിക്കുക. ഇനി നമ്മൾ ആക്ടിവിറ്റി സെഗ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ആക്ടിവിറ്റി പോയിൻ്റ് ലഭിക്കുന്ന മേഖലകൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏത് മേഖലയിൽ ആക്ടിവിറ്റി ചെയ്താലും അതിൻ്റെ പ്രൂഫ് കയ്യിലുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ആക്ടിവിറ്റി പോയിൻ്റ് ലഭിക്കുകയുള്ളൂ. ഇനി ആക്ടിവിറ്റി സെഗ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് NCC ആൻഡ് NSS, നാഷണൽ കാഡറ്റ് കോർപ്സ്, അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീം. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടും, അതൊരു പ്രൂഫായിട്ട് കാണിക്കാം. സ്പോർട്സ് ആൻഡ് ഗെയിംസ്, കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പ്രൈസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൂഫായിട്ട് കാണിക്കാം. കൾച്ചറൽ ആക്ടിവിറ്റീസ്, ആർട്സ് പ്രോഗ്രാമുകളാണ്, ഡാൻസ്, ഡ്രാമ പോലുള്ളത്. ഈ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൂഫായിട്ട് കാണിക്കാം. പ്രൊഫഷണൽ ഇനിഷ്യേറ്റീവ്സ്, അതിലുദ്ദേശിക്കുന്നത് സെമിനാറ്, വർക്ക്ഷോപ്പ്, ഇതിലൊക്കെ അറ്റൻഡ് ചെയ്ത് കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ ഓൺലൈൻ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ പ്രൂഫായിട്ട് കാണിക്കാം. ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ്, അതായത് വരുമാനം ലഭിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഓൺട്രപ്രണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ടപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ഐഡിയാസ് യൂസ് ചെയ്തുകൊണ്ട് വരുമാനം ലഭിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ അതും ആക്ടിവിറ്റി പോയിൻ്റ് ലഭിക്കുന്ന ഒന്നാണ്. ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, അത് ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, അതുപോലെ തന്നെ അസോസിയേഷൻ കോർഡിനേറ്റർ, ഇതിലൊക്കെ ആക്ടിവിറ്റി പോയിൻ്റ് ലഭിക്കും. സോഷ്യൽ സർവീസ് സാമൂഹിക സേവനം, അതിൽ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളിൽ പങ്കെടുക്കുക, അതുപോലെ തന്നെ പ്രളയബാധിത മേഖലകളിൽ വളണ്ടിയേഴ്സായിട്ട് വർക്ക് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രൂഫായിട്ട് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അതും ആക്ടിവിറ്റി പോയിൻ്റ് ലഭിക്കുന്ന ഒന്നാണ്. എൻവറോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, അതിലുദ്ദേശിക്കുന്നത് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിനിങ്ങിൽ പങ്കെടുക്കുക, അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് റിഡ്യൂസ് ചെയ്യുന്ന ക്യാമ്പയിനിങ്ങുകളിൽ പങ്കെടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള അവെയർനെസ് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതും ആക്ടിവിറ്റി പോയിൻ്റ് ലഭിക്കുന്ന ഒന്നാണ്. ഇനി പോയിൻ്റ് സിസ്റ്റമാണ് പറയുന്നത്. അതായത് ബേസ്ഡ് ഓൺ ലെവൽ, നമുക്കറിയാം പല ലെവലുകളുണ്ടല്ലോ, കോമ്പറ്റീഷൻസ്, കോളേജ് ലെവല്, സ്റ്റേറ്റ് ലെവല്, ഇൻ്റർനാഷണൽ ലെവല്, അങ്ങനെയൊക്കെ. ഹയർ ലെവലാണെങ്കിൽ മോർ പോയിൻ്റ്, ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ നല്ല പോയിൻ്റ് കിട്ടും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൂഫ് റിക്വയർഡ്, എല്ലാത്തിൻ്റെയും പ്രൂഫ് കയ്യിലുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ ആക്ടിവിറ്റി പോയിൻ്റ് ലഭിക്കുകയുള്ളൂ. ഇമ്പോർട്ടൻ്റ് റൂൾസ്,
അതായത് 3 ഇയർ പ്രത്യേകിച്ചിട്ട് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ 3 ഇയർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് 60 പോയിൻറ്റ് വേണം. ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസിന് 40 പോയിൻറ്റ് മതി. ലാറ്ററൽ എൻട്രി സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 2 വർഷമാണല്ലോ പഠിക്കുന്നത്, അവർക്ക് 40 പോയിൻറ്റ്സ് മതി. 3 ഇയർ സ്റ്റുഡൻസിന് 60 പോയിൻറ്റ്സ് വേണം. ജസ്റ്റ് ഒരു കൺക്ലൂഷനാണ്. ഡിപ്ലോമയ്ക്ക് ഇത് വളരെ മാൻഡേറ്ററി ആണ്. എൻകറേജ് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, ബിൽഡ് സ്കിൽ ബിയോണ്ട് അക്കാഡമിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ആക്ടിവിറ്റി പോയിൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ അതിൽ തരാം. ഓക്കെ.